നമസ്തേ. ജനൻ ടിവിയുടെ പ്രത്യേക ഇലക്ഷൻ ബുള്ളറ്റിനായലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതം എന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അരുൺ, ഇത് ഗോകുൽ. എന്തായാലും നമ്മൾ കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്നാണ് ഇന്ന് ഈ ഒരു വാർത്താ ബുള്ളറ്റിൻ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മാനാഞ്ചിറയിൽ നിന്നാണ് ഈ ഒരു വാർത്ത ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ് ഓരോ മുന്നണികളും. ഒരുപാട് വാർത്തകളാണ് ഇന്ന് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരടക്കം കേരളത്തിലേക്ക് എത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. വി മുരളീധരൻ കേന്ദ്രമന്ത്രി നേരത്തെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വലിയ വിജയപ്രതീക്ഷ അവിടെ വെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടത് വലത് മുന്നണികൾ നടത്തുന്നത് കുപ്രചരണമാണെന്നാണ് വി മുരളീധരൻ പറയുന്നത്. വിവിധ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളൊക്കെ വി മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളൊക്കെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. ആ കൺവെൻഷനുകളിലാണ് വി മുരളീധരൻ ഇടത് വലത് മുന്നണികൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. വിവിധ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വി മുരളീധരൻ നടത്തിയ കൺവെൻഷനുകളിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഇടത് വലത് മുന്നണികൾക്കൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോവാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് നടന്ന മണ്ഡലം കൺവെൻഷനിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ജോയിയുടെ ആരോപണങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ വി മുരളീധരൻ മറുപടി നൽകിയത്. 2019 വോട്ട് മറിച്ചു വിറ്റെങ്കിൽ NDA സ്ഥാനാർത്ഥിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം എങ്ങനെ ലഭിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. മുരളീധരൻ വോട്ട് മറിച്ചു കൊടുത്തിട്ടാണോ BJPയുടെ വോട്ട് 90,000-ൽ നിന്ന് 2.5 ലക്ഷമായത് എന്നുകൂടി വിശദീകരിച്ചു. BJPക്ക് 2014 90,000, 2009 47,000, 47,000-ൽ നിന്ന് 90,000-മായി, 90,000-ൽ നിന്ന് 2.5 ലക്ഷമായി. മറിച്ചു കൊടുക്കുകയാണെങ്കിൽ വോട്ട് കൂടുകയല്ലോ സുഹൃത്തെ, കുറയുകയല്ലേ വേണ്ടത്. ഇടതു വലത് മുന്നണികൾ കേരളത്തിൽ നടത്തുന്നത് സൗഹൃദ മത്സരമാണെന്നും കേരളത്തിന് പുറത്ത് എല്ലാവരും ഒറ്റ മനസ്സാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടെ LDF-ഉം UDF-ഉം തമ്മിൽ നടക്കുന്നത് ഒരു സൗഹൃദ മത്സരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് CPI-യുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ഇവരെല്ലാവരും ഒരേ ഫ്ലക്സിൽ വെളുക്കച്ചിരിക്ക് നിൽക്കുന്ന പടം കാണും. പക്ഷെ കേരളത്തിൽ വരുമ്പോ ഇവര് തമ്മിൽ ഏറ്റുമുട്ടലിലാണ്. മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയത്. അസാധ്യമെന്ന് കരുതിയതെല്ലാം നരേന്ദ്രമോദി മലയാളികൾക്ക് സമ്മാനിച്ചുവെന്നും വി മുരളീധരൻ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിലെ സാധാരണക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണ്. നരേന്ദ്രമോദി പറഞ്ഞു എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവരുടെയും വീടുകൾ വൈദ്യുതീകരിക്കൽ, എല്ലാ വീടുകളിലും ശുചിമുറികൾ, എല്ലാ പ്രദേശങ്ങളിലേക്കും യാത്രായോഗ്യമായിട്ടുള്ള റോഡുകൾ. ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആറ്റിങ്ങലിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒരുപടി മുന്നിലാണ് വി മുരളീധരൻ. ജനം, തിരുവനന്തപുരം. എന്തായാലും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളുമായി വി മുരളീധരൻ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ ആലത്തൂർ മണ്ഡലം അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലേക്കാണ് എത്തുന്നത്. 2 മണ്ഡലങ്ങളാണ് പ്രധാനമായും പാലക്കാടുള്ളത്, ആലത്തൂരും പാലക്കാടും. അത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രചരണ ആയുധങ്ങളാക്കി മുന്നണികൾ മുന്നോട്ട് പോകും. അതായത് NDAയുടെ സ്ഥാനാർത്ഥി സരസുവിന്റെ വരവ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിനെ തന്നെ ആരും പ്രതീക്ഷിച്ചതല്ല. അവിടെ സരസു ഇന്ന് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോയ സമയത്ത് SFIക്കാർ തനിക്ക് കുഴിമാടം തീർത്ത് അവിടെ നിന്നാണ് പ്രകടനം ആരംഭിക്കുന്നത്. മാത്രമല്ല അവര് നോമിനേഷൻ കെട്ടിവെക്കാനുള്ള തുക സ്വരൂപിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് മറ്റ് 2 സ്ഥാനാർത്ഥികൾ കൂടി നോമിനേഷൻ, ആലത്തൂരിലെ രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും നോമിനേഷൻ നൽകിയിട്ടുണ്ട്. എന്തായാലും അതും സംബന്ധിച്ച വാർത്തയിലേക്ക് പോയിട്ട് വരാം. രാവിലെ 10 മണിയോടെയാണ് ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെത്തിയത്. കോളേജിലെ SFIക്കാർ തനിക്ക് കുഴിമാടം തീർത്ത സ്ഥലം ഉൾപ്പെടെ ഓർത്തെടുക്കുകയായിരുന്നു സരസു. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക വാങ്ങി. ശേഷം കളക്ടറേറ്റിലെത്തി ADM മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സിദ്ധാർത്ഥന്റെ കൊലപാതകവും തനിക്ക് കുഴിമാടം തീർത്തതും ഉൾപ്പെടെ SFIയുടെ ആക്രമണങ്ങൾക്കെതിരായ വിധിയെഴുത്താവും തിരഞ്ഞെടുപ്പെന്ന് സരസു പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടിയാണ് തന്റെ ഗ്യാരണ്ടിയെന്നും സരസു വ്യക്തമാക്കി. ഈ സിദ്ധാർത്ഥന്റെ മരണം, അതേപോലെ എനിക്ക് തന്ന കുഴിമാടം, എന്റെ കുഴിമാടത്തിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആളാണ് മോദിജി.
അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതിനൊരു പരിഹാരം കൂടെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരാതികൾക്കൊക്കെ ഇത്രയും കാലം അവസരം കിട്ടിയിട്ടുള്ള 2 പാർട്ടിയുടെ ആൾക്കാർ എന്താണ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഒന്നും ഉണ്ടാവതില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനായിട്ടാണ് മോദിജിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയിൽ സരസു ഒരു ഗ്യാരണ്ടി തരികയാണ്. പിന്നാലെ ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും ADM-ന് മുന്നിൽ പത്രിക സമർപ്പിച്ചു. ഉച്ചയോടെയാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി V ശ്രീകണ്ഠൻ പത്രിക സമർപ്പണം നടത്തിയത്. നാളെ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും പത്രിക നൽകും. ജനം, പാലക്കാട്. ആലത്തൂരിൽ നിന്നും പാലക്കാട് നിന്നും ഇനി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. എന്തായാലും ഈ തീരദേശ മേഖല ഒരുപാട് പ്രശ്നങ്ങൾ അത് ഓരോ തെരഞ്ഞെടുപ്പിലും ബാധിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അത് നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതെ, മാറി സാധിച്ചില്ല. ഓരോ സർക്കാർ എത്തുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ ഓരോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു ചർച്ച അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെ, ലത്തീൻ അതിരൂപതയാണ് അത്തരത്തിലൊരു അവകാശ പത്രിക സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അവകാശ പത്രിക ലത്തീൻ അതിരൂപത മുന്നണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ശശി തരൂരും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരും അത്തരത്തിലൊരു ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിലേക്ക്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത രാഷ്ട്രീയകാര്യ സമിതിയാണ് ലോക്സഭാ സ്ഥാനാർത്ഥികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. വിഴിഞ്ഞവും മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ച. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്ന് അവകാശ പത്രികയിൽ ആവശ്യപ്പെട്ടു. ഒപ്പം തീരദേശങ്ങളിലെ ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യവും ലത്തീൻ സമൂഹം മുന്നോട്ട് വെച്ചു. വിഴിഞ്ഞം തുറമുഖം മൂലമുണ്ടാകുന്ന തീരശോഷണം, ഭവനശോധ നഷ്ടവും മറ്റു പ്രശ്നങ്ങളും ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച JB കോശി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്നും സഭ ആവശ്യപ്പെട്ടു. അവകാശ പത്രികയിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികൾ മറുപടി നൽകി. താൻ വിജയിച്ചാൽ തീരദേശം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയുടെയും സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്റെ വിഷൻ നെയ്യാറ്റിൻകര പാഠശാലയിൽ ഒരു പുതിയ ടെക്നോ പാർക്ക്, എയിംസ്, അതെല്ലാം ഐഡിയാസ് കൊണ്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി അത് എന്റെ ഒരു ഡെലിവറികളായിരിക്കും വരുന്ന 5 കൊല്ലം. ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഉള്ള അവരുടെ ആശയം ഞാൻ ഉറപ്പു തരുന്നു. ഇത് സെൻട്രൽ ഗവൺമെന്റ് കടലാക്രമണത്തിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഫിഷിംഗ് ഹാർബർ ഇൻക്ലൂസീവ് ആ ഒരു മാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉറപ്പ് ഞാൻ ഇന്ന് തരുന്നു. അതാണ് സൊല്യൂഷൻ. അവിടെ പീസ് മീലായിട്ട് നോക്കുന്ന ഒരു എഫേർട്ട് അല്ല വേണ്ടത്. ഒരു കോംപ്രിഹെൻസീവ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനാണ് വേണ്ടത്. അത് ഞാൻ എനിക്ക് ചെയ്യാൻ അതിന് താല്പര്യമുണ്ട്, കഴിവുണ്ട്. അധികാരത്തിൽ വന്നാൽ തീരദേശ വകുപ്പ് രൂപീകരിക്കുമെന്നാണ് ശശി തരൂരിന്റെ പുതിയ വാഗ്ദാനം. അവരെ സഹായിക്കാനുള്ള ചില നമ്മുടെ സാമൂഹ്യ ഗ്രൂപ്പ്സും നമ്മുടെ പള്ളിയിൽ ചില ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ 1-2 കാര്യത്തിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത വ്യക്തി. എനിക്കറിയാം ചില ശ്രമങ്ങളുണ്ട്. പക്ഷെ ഇതൊരു വാർ ഫുട്ടിൽ ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തിയതിന് വേണം അവർ ഇതിനു വേണ്ടി കുറച്ച് പൈസ ചെലവാക്കാൻ തയ്യാറാണ്. ബാക്കിയെല്ലാം ഈ ജാതി ക്ലാസ് സെൻസസ്, സോഷ്യോ എക്കണോമിക് ക്ലാസ് സെൻസസ് ചെയ്യാൻ ഞങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യമാണ്. ഞങ്ങളുടെ പ്രകടനത്തിൽ വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന ആവശ്യം ഞങ്ങളുടെയും ആണ്. പിന്നെ അവസാനത്തിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങളുടെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഒരേ ഒരു ഞാൻ പറഞ്ഞ കാര്യം, ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി. ആ മിനിസ്ട്രി നിങ്ങൾക്ക് കിട്ടും, ഞങ്ങളെ വിജയിപ്പിക്കുന്നത് മാത്രമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യങ്ങൾക്കും സ്ഥാനാർത്ഥികൾ മറുപടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ആയിരുന്നതിനാൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പരിപാടിയിൽ പങ്കെടുത്തില്ല. ജനം, തിരുവനന്തപുരം. വികസന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ചർച്ചയായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു വികലമായ ഒരു വികസന പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളയിൽ അത് തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും. നമുക്കറിയാം 20 മണ്ഡലങ്ങളിലും ഒരു ചർച്ചയായത് കെട്ടടങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ കൊണ്ടുപോയി കേരളം കണ്ടിരിക്കുന്ന ഒരു വലിയ സമരത്തിൽ കൂടിയാണ് ആ സമയം. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിലടക്കം അത് ഒരു വലിയ ചർച്ചയായി മാറുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥി എന്തായാലും ഈ കേരളവുമായി ബന്ധപ്പെട്ട സമര പരിപാടികളിൽ മുന്നിൽ നിൽക്കുകയും ജനങ്ങളുടെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു ആളാണ്. അപ്പോൾ ആറ്റിങ്ങലിൽ കേരള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ V മുരളീധരനാണ് NDAയുടെ സ്ഥാനാർത്ഥി. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക്.
മലയാളികളില്ല. സാധാരണക്കാരന്റെ അടുക്കളയിൽ വരെ പിണറായി സർക്കാർ സ്ഥാപിച്ച മഞ്ഞക്കുറ്റി. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ആ മഞ്ഞക്കുറ്റികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇതാണ് മഞ്ഞക്കുറ്റി, പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയം. ഈ തെരഞ്ഞെടുപ്പിനും സാധാരണക്കാരായ ജനങ്ങൾ ഇത് ഓർക്കാതെ പോകില്ല. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ 13 വില്ലേജുകളിലൂടെയാണ് പിണറായി സർക്കാരിന്റെ ദുരന്ത പദ്ധതിയായ കേരയിൽ കടന്നു പോകുന്നത്. ഉദ്ദേശം ഇങ്ങനെ: കേരയിൽ കടന്നു പോകുന്ന പ്രദേശങ്ങൾ ഇങ്ങനെയായിരുന്നു: കടിഞ്ഞംകുളം, പള്ളിപ്പുറം, വെയിലൂർ, അഴൂർ, കൂന്തള്ളൂർ തുടങ്ങി നാവായിക്കുളം, പള്ളിക്കൽ വരെയുള്ള 11 പ്രദേശങ്ങൾ. ദയാദാക്ഷിണ്യമില്ലാതെ വീടായ വീടുകളെല്ലാം മഞ്ഞക്കുറ്റിയടിച്ചു. അവിടെയായിരുന്നു വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഇടപെടൽ. നമുക്ക് ഈ കേരളം വേണ്ട, നമ്മളെ വീട് പോവേ ഇല്ല. മന്ത്രി ഒന്ന് പറഞ്ഞതിനേറ്റവും നമുക്ക് സമാധാനപ്പെട്ടത്. ഇതാകൊണ്ടിട്ടേക്കണം, എന്റെ വീട് മൊത്തവും പോകും. ഇത് ഞങ്ങൾക്ക് വേണ്ട. വന്ദേ ഭാരത് സ്പീഡിന് പോവാറുണ്ട്. കേരളത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക്. ഉറുമ്പ് അരിമണി കൂട്ടുന്ന പോലെ കൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ കൈവിട്ടു പോകുന്നത് നോക്കി നിന്ന നിസ്സഹരായ ജനങ്ങൾ. അവിടെയും ഒന്നും നഷ്ടപ്പെടുത്തേണ്ടി വരില്ല എന്ന ഉറപ്പു നൽകി വി മുരളീധരൻ ജനങ്ങളെ ചേർത്ത് പിടിച്ചു. കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ വി മുരളീധരൻ ഈ സ്ഥലം സന്ദർശിക്കുകയും അന്ന് നിരവധി പേര് പരാതികൾ പറയുകയും ചെയ്തു. അതിന് പരിഹാരം എന്ന നിലയിൽ അദ്ദേഹം നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് കേരളയിൽ ഒരിക്കലും അനുവദനീയമല്ല, കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ഇപ്പോഴും അതിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കല്ലുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉണ്ട്. അതിനനുബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, കേരള സർക്കാർ ഈ കേരളയിൽ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് പിൻവലിച്ച് ഈ കല്ലുകൾ പിഴുതുമാറ്റി ഇവിടുത്തെ ജനങ്ങളെ സ്വതന്ത്രരാക്കണമെന്നാണ് നമുക്ക് അറിയിക്കാനുള്ളത്. അതോടൊപ്പം ഈ മുരളീധരൻജി നൽകിയ ഉറപ്പ് ഇപ്പോഴും പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് എല്ലാ ഉറച്ച പിന്തുണയും ഞങ്ങൾ നൽകുകയും ചെയ്യും. ആറ്റിങ്ങൽ മേഖലകളിലെ ജനകീയ സമരങ്ങളിലെല്ലാം വി മുരളീധരൻ ജനങ്ങൾക്കൊപ്പം കൂടെ നിന്നു. കേരളയിൽ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വരരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ? ഈ പറയും പോലെ കേന്ദ്രമന്ത്രി അന്ന് ഒരിക്കലും ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. എപ്പോഴും താപുരടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ആൾക്കാർ പുഴുതു മാറ്റി. ഞാൻ ഇവിടെ തന്നെ അങ്ങിട്ടിരിക്കുകയാണ്. വെറുതെ ഇനി അത് പുഴുതൊരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് ഇതെന്തെങ്കിലും ഒരു തീരുമാനം ആയതിനു ശേഷം എടുത്ത് മാറ്റാന്ന് വെച്ചു. 1126 ഹെക്ടർ ഭൂമിയോളം കേരയിൽ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. കേരയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സ്ഥാനാർത്ഥി വി മുരളീധരൻ നൽകുന്ന ഉറപ്പ്. എന്ത് മനുഷ്യത്വരഹിതമായ നിലപാടാണ്! ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയ്ക്കിടയിൽ കൂടെ മഞ്ഞക്കുറ്റികൾ പതിപ്പിച്ചുകൊണ്ടുള്ള പിണറായി സർക്കാരിന്റെ ദ്രോഹ നടപടി. കേരയിൽ വരികില്ല, വരാൻ അനുവദിക്കില്ല. വി മുരളീധരൻ ഇവർക്ക് നൽകിയ ഉറപ്പാണ്. ക്യാമറമാൻ നിതിൻ ലേബിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലേക്ക് എത്തി, കേരളത്തിലേക്ക് എത്തി. നമുക്കറിയാം, ഈ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം നമ്മൾ രണ്ടുപേരും അവിടെ പോയി റിപ്പോർട്ട് ചെയ്താണ്. ആ സമയത്തൊക്കെ അവരുടെ ഒരു വലിയ നീറുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ എം പി എവിടെയെന്ന്, പക്ഷേ വന്നിട്ട് ആണെങ്കിലും അവരുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസരം. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു വലിയ ആഘോഷമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്നത്തെ ഒരു വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടി ഉപയോഗിച്ചിട്ടില്ല. കൊടിയില്ല, കോൺഗ്രസിന്റെയും ഇല്ല, ലീഗിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെയും കൂടി. ഉത്തരേന്ത്യയിലൊക്കെ ഇതൊരു വലിയ ചർച്ചാ വിഷയമാകും. കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചാ വിഷയമാകും. അതെങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കോ അല്ലെങ്കിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം തന്നെയാകാം. ഇതെന്ന് തന്നെയാണല്ലോ വിലയിരുത്തൽ. എന്തായാലും അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോയിട്ട് വരാം. റോഡ് ഷോയിൽ കൊടികൾക്ക് പകരം കണ്ടത് രാഹുൽ ഗാന്ധിയുടെ പ്ലക്കാർഡുകൾ മാത്രം. ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടിൽ വിള്ളൽ വരുമെന്ന ആശങ്കയാണ് ലീഗ് കൊടികൾ ഉപേക്ഷിക്കാൻ കാരണം. ലീഗ് കൊടികൾ മാത്രം ഉപേക്ഷിച്ചാൽ ലീഗിന് അതൃപ്തി ഉണ്ടാകുമെന്ന നിഗമനത്തിൽ കോൺഗ്രസ് കൊടികൾ കൂടി നേതാക്കൾ വേണ്ടെന്ന് വെച്ചു.
കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ലീഗിന്റെ നേതാക്കളും റോഡ് ഷോയിൽ ഒന്നിച്ച് പങ്കെടുക്കവെയാണ് ഇത്തരത്തിൽ കൊടികൾ ഉപയോഗിക്കാതെ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പരസ്യ കോൺഗ്രസ് പിന്തുണയിലുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് പുതിയ വിവാദം ഉടലെടുത്തത്. ജനം, വയനാട്. അടുത്തത് കോഴിക്കോട് നിന്ന് തന്നെയുള്ള ഒരു വാർത്തയാണ്. ഈ കോഴിക്കോട് 2009 മുതൽ കോഴിക്കോടിന്റെ MP MK രാഘവൻ MP ആണ്. അദ്ദേഹം ഈ കോഴിക്കോട് മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് ജനം TV ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. അതെ, നമ്മൾ ജനങ്ങളുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ ഇത്തവണ മാറ്റം ഉണ്ടാകുമെന്നും അവർ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ തൃപ്തനൊന്നുമല്ല ആരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വിശകലനത്തിലേക്കാണ്. 1952 മുതൽ 2019 വരെയുള്ള 17 തിരഞ്ഞെടുപ്പുകളിലായി മുസ്ലിം ലീഗും ജനതാദളും വരെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇവരൊക്കെ എന്തു ചെയ്തു എന്നത് സംബന്ധിച്ച ചർച്ചകളും സജീവമായിരുന്നു. ഇത്തവണയും അങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം MK രാഘവൻ കോഴിക്കോടിനായി എന്തു ചെയ്തു എന്ന ചർച്ചകളും സജീവമാണ്. കുറേ കാലമായി രാഘവനാണ് MP, പക്ഷേ അയാളെ കൊണ്ട് യാതൊരു പ്രയോജനമായിട്ട് ഒന്നും കണ്ടിട്ടില്ല. MK രാഘവനെ അട്ടിമറിക്കുക. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും മാറ്റം വേണമല്ലോ. മാറി മാറി പാർട്ടികൾ അധികാരത്തിൽ വരണല്ലോ ആൾക്കാർക്ക്. നല്ല നാട് നന്നാവും. ഇതാണ് അവസ്ഥ. ഒന്നും നടന്നിട്ടില്ല. കോഴിക്കോട് എയിംസിനായി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിൽ 22 എയിംസുകൾക്ക് കേന്ദ്രം അംഗീകാരം നൽകിയപ്പോൾ അതിൽ കോഴിക്കോട് കിനാലൂരിൻ്റെ പേരുമുണ്ടാകുമെന്ന് കരുതി. എന്നാൽ ഉണ്ടായില്ല. MK രാഘവൻ MP ലാഘവത്തോടെ വിഷയം കൈകാര്യം ചെയ്തതിനാലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ആരോപിക്കുന്നു. കിനാലൂരിലെ എയിംസിനെ സംബന്ധിച്ച് സർവേ നടത്തിപ്പോയിട്ടുള്ളതാണ്. ഈ MK രാഘവന് എന്തെങ്കിലും സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ഒന്ന് ആഞ്ഞ് പരിശ്രമിച്ചിരുന്നെങ്കിൽ കോഴിക്കോട് കിനാലൂരിൽ തന്നെ എയിംസിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ പ്രവർത്തനവും ഇതിനകം തന്നെ ആരംഭിക്കുമായിരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം മുതൽ എയിംസിന് നിർദ്ദേശം കൊടുക്കുന്ന കാര്യത്തിൽ വൈകിപ്പിച്ചു. കൃത്യസമയത്തിനുള്ളിൽ നിർദ്ദേശം സമർപ്പിക്കാനും അത് നേടിയെടുക്കാനും കേരളവും പരാജയപ്പെട്ടു. കോഴിക്കോട് കൊണ്ടുവരുന്നതിൽ MK രാഘവനും പരാജയപ്പെട്ടു. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്ന കോഴിക്കോട് വ്യാവസായികമായും തല ഉയർത്തി നിന്നിരുന്നു. മാവൂർ, ഗ്വാളിയർ റയോൺസ്, കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി, കുന്നത്തറ ടെക്സ്റ്റൈൽസ് എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഒരു കാലത്ത് കോഴിക്കോടിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച സംരംഭങ്ങളെല്ലാം ഇന്നും പൂട്ടിക്കിടക്കുകയാണ്. മാവൂരിൻ്റെ സാമ്പത്തിക സാമൂഹിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയായിരുന്നു മാവൂർ ഗ്വാളിയർ റയോൺസ് ഫാക്ടറിയുടെ വരവ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടി, വൈദ്യുതി എത്തി, ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, സ്കൂളുകൾ എന്നിങ്ങനെ പ്രദേശത്തിൻ്റെ നിലവാരം തന്നെ ഉയർന്നു. തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരം, ചാലിയാർ മലിനീകരിക്കപ്പെടുന്നതിനെതിരെ പരിസ്ഥിതി വിവാദം, പുറമെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവുമായപ്പോൾ 2001 ഫാക്ടറി പൂട്ടി. 320 ഏക്കറിലധികം ഭൂമി കാട് കയറിക്കിടക്കുന്നു. വിഷയം ദേശീയ ശ്രദ്ധയിലെത്തിക്കാനോ ഭൂമിയെ ഉൽപാദനപരമായി ഉപയോഗിക്കാനോ സംസ്ഥാന സർക്കാരിനെന്ന പോലെ MPക്കും സാധിച്ചില്ല. കോഴിക്കോട് നഗരമധ്യത്തിൽ ഒരു പ്രേതാലയം പോലെ കിടക്കുന്ന കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയുടെ കഥയും മറ്റൊന്നല്ല. ഈ കോഴിക്കോട്ടെ വ്യവസായ വികസനം ഉണ്ടാവണം, തകർന്നു പോയിട്ടുള്ള വ്യവസായങ്ങൾ പുനരുദ്ധരിക്കണം. കോംട്രസ്റ്റ് ഉൾപ്പെടെയുള്ള വ്യവസായ സ്ഥാപനങ്ങളെ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ ഒരു പാരമ്പര്യമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാപനമാണ് കോംട്രസ്റ്റ്. അതേപോലെ മാവൂർ ഗ്വാളിയർ റയോൺസിലെ ഏക്കർ കണക്കിന് ഭൂമി ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. അവിടെ സ്വകാര്യ മേഖലയുമായിട്ടുള്ള സംയുക്ത സംരംഭത്തിൽ ഒരു വ്യവസായത്തിന് ഇനിയും സ്കോപ്പുണ്ട്. സ്വാഭാവികമായിട്ടും അതിലും കേന്ദ്ര സർക്കാരിന് ഏറെ ഇടപെടൽ നടത്താൻ സാധിക്കും. കുന്നത്തറ ടെക്സ്റ്റൈൽസിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. എന്നാൽ MK രാഘവന് ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. തൻ്റെ കാലത്താണ് കോഴിക്കോട് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ വന്നതെന്ന് അദ്ദേഹം പറയുന്നു. എല്ലാം കേന്ദ്ര പദ്ധതികളിൽ കൂടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ. ഇതൊക്കെ തൻ്റെ പേരിലാക്കാൻ ശ്രമിക്കുകയാണ് MP. ഉദാഹരണ സഹിതം BJP അത് തുറന്നു കാണിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ചൊരു പണിയില്ലായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ. നരേന്ദ്രമോദി സർക്കാർ കോഴിക്കോടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഫ്ലക്സ് അടിച്ച് തങ്ങളുടേതാക്കി മാറ്റി ജനങ്ങളുടെ ഇടയിൽ പരസ്യം ചെയ്യുക എന്നുള്ളൊരു പണി മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് എയർപോർട്ടിനടുത്തുള്ള തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പരിഗണന നൽകിക്കൊണ്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട ട്രെയിനിന് മാവേലി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് അനുവദിച്ചു. റിച്ചാർഡ് ഹേ ആണ് ആ കാര്യം റെയിൽവേ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിച്ചാർഡ് ഹേയുടെ റിക്വസ്റ്റ് പ്രകാരം ആ സ്റ്റോപ്പ് അനുവദിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ MK രാഘവൻ്റെ ബോർഡ് വന്നു. ആ ഉത്തരവുണ്ടായിട്ടുള്ളത് ആസ് പെർ ദി റിക്വസ്റ്റ് ഓഫ് റിച്ചാർഡ് ഹേ MP എന്നുള്ള സാധനം പുറത്തു വന്നത്. MK രാഘവൻ്റെ ബോർഡ് വെച്ച ബോർഡ് എടുത്ത് മാറ്റേണ്ട പരിതസ്ഥിതി ഉണ്ടായി.
ആദർശ ഗ്രാമം പദ്ധതിയിൽ കൂടി MK രാഘവൻ ദത്തെടുത്ത ഗ്രാമത്തിന്റെ സ്ഥിതി എന്തെന്നും ചോദ്യമുയരുന്നുണ്ട്. MK രാഘവൻ ദത്തെടുത്തിട്ടുള്ള പഞ്ചായത്തുകളുടെയൊക്കെ റാങ്കിങ് 650 മുകളിലാണ്. അടിസ്ഥാന വികസന മേഖലയിൽ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പദ്ധതികൾ മാത്രമാണ് ഇവിടെ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ കോഴിക്കോട് നഗരത്തിൻ്റെ കുടിവെള്ള പദ്ധതി, വൈദ്യുതീകരണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, പാർക്കുകളുടെ വികസനം, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് അമൃത് പദ്ധതിയിലൂടെയാണ്. പോയ വർഷം മാത്രം 432 കോടി രൂപയാണ് അമൃത് പദ്ധതിയിലൂടെ ഈ കോഴിക്കോട് നഗരത്തിലേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മണ്ഡലത്തിനകത്ത് റോഡ്, റെയിൽ, ആരോഗ്യ, അടിസ്ഥാന മേഖലയിലൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ട്. എല്ലാം കേന്ദ്ര പദ്ധതികൾ. എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു MP എന്ന ചോദ്യം മണ്ഡലത്തിലുടനീളം ഉയരുന്നു. വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും നൽകാൻ MK രാഘവന് സാധിച്ചിട്ടില്ല. വ്യവസായങ്ങൾ തുറന്നില്ലെന്ന് മാത്രമല്ല, പൂട്ടിപ്പോയവ പ്രവർത്തിപ്പിക്കാനാവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല. എയിംസ് എന്ന സ്വപ്നം ഇന്നും കോഴിക്കോടിന് സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. ഇതൊക്കെ ഇത്തവണ വോട്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ടീം ജനം, കോഴിക്കോട്. മലപ്പുറത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടക്കുന്നത്. എന്തായാലും വാശിയേറിയ ഒരു പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. ടി മുഹമ്മദ് ബഷീർ, വി വസീഫ്, അഡ്വക്കേറ്റ് അബ്ദുൽ സലാം, ശക്തമായ ഒരു പോരാട്ടമാണ് മലപ്പുറത്ത് നടക്കുന്നത്. ഈ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെയാണ്, പ്രസിഡന്റാണ് വസീഫ്. ഒരു യുവതയുടെ ഒരു അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് അബ്ദുൽ സലാം എന്ന് പറയുന്നത്. അപ്പോൾ ശക്തമായ ഒരു മത്സരം തന്നെയാണ്. NDA ഒരു ശക്തമായ മുന്നേറ്റം നടത്തും അവിടെ എന്നൊക്കെയാണ് പ്രതീക്ഷ. മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. കേരളത്തിലെ പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്ന് ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്ന് അവകാശപ്പെടുന്ന മലപ്പുറം. ആ കോട്ട കിനാവ് കണ്ട് നിൽപ്പാണ് LDF. NDA ആകട്ടെ കേന്ദ്ര വികസനങ്ങൾ പറഞ്ഞുള്ള പ്രചാരണ തിരക്കിലും. മലപ്പുറം ലോക്സഭാ മണ്ഡലം എന്ന കളിക്കളത്തിൽ സ്റ്റോപ്പർ ബാക്കായിട്ടാണ് ETയുടെ നിൽപ്പ്. ഇടത് വിങ്ങിലൂടെ കുതിക്കുന്ന അറ്റാക്കിംഗ് ഫോർവേഡറാണ് ഇടത് സ്ഥാനാർത്ഥി വസീഫ്. സെൻട്രൽ ഫോർവേഡായി ലക്ഷ്യം കാണാൻ കുതിക്കുന്നതാകട്ടെ NDA സ്ഥാനാർത്ഥി M അബ്ദുൽ സലാമും. ദേശീയ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി കേന്ദ്ര പദ്ധതികളും സാധ്യതകളും പറഞ്ഞുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥി M അബ്ദുൽ സലാം ജനങ്ങളെ സമീപിക്കുന്നത്. ഫോക്കസ് ഓൺലി ഓൺ മോഡിസ് പ്രോഗ്രാം, മോഡിജീസ് പ്രോഗ്രാം. 300-350 പ്രോഗ്രാം ഉണ്ട്. നിങ്ങളതെല്ലാം കൂടെ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ മോഡിജി ഇത്രയും ചെയ്ത് കളഞ്ഞല്ലോ എന്ന് തോന്നും. അത്രയാണ്. അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത ഒരു വീടുമില്ല. കൗണ്ട് ചെയ്തപ്പോൾ 3 മുതൽ 5 ബെനിഫിറ്റ് വരെ കിട്ടാത്ത വീടൊന്നുമില്ല. ഒരു മനുഷ്യന് ബെനിഫിറ്റ് കിട്ടാത്ത സ്ട്രീറ്റ് വെണ്ടർക്ക് വരെ പൈസ എത്തിക്കുന്നു. അത് മാത്രം പറഞ്ഞാൽ നമുക്ക് ഇവരെ പറ്റിയുള്ള LDF അത് ചെയ്തില്ലേ, UDF നമ്മളതൊന്നും നോക്കുന്നത്. വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട്. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? 5 കൊല്ലം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? മോഡിജിയുടെ ഉദ്ദേശം എന്താണ്? ഈ ഡിസ്ട്രിക്റ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? അതാണ് നമ്മുടെ അജണ്ട. TK ഹംസ തീർത്ത ഇടതുപക്ഷത്തിന്റെ വിപ്ലവ ചരിത്രം പറയാനുണ്ട് ഈ മലപ്പുറത്തിന്റെ മണ്ണിന്. ഇതേ ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി വി വസീഫും അണികളും. പ്രതീക്ഷ വാനോളമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. കത്തുന്ന ചൂടിനെ അതിജീവിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഈ കത്തുന്ന ചൂടിനെ അതിജീവിച്ച് അല്ലെങ്കിൽ അത് തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാം, ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. വളരെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ്. അവരുടെ ഒരു ആവേശം കാണുമ്പോൾ നമ്മൾ ഉറപ്പിക്കുക തന്നെയാണ് 2004 ഈ 2024 ആവർത്തിക്കും എന്ന്.
വലിയ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ജയിച്ചു വന്ന ഇടമാണിത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ, 7ലും ലീഗ് തന്നെ. ഇക്കുറി വിജയത്തിനപ്പുറം മറ്റൊന്നില്ലെന്നാണ് സ്ഥാനാർത്ഥിക്കും പറയാനുള്ളത്. ഓരോ ദിവസം കഴിയുമ്പോൾ പ്രതീക്ഷകൾ വളരെ കൂടുതലാണ്. അത്യുജ്വലമായൊരു വിജയം ഈ പ്രാവശ്യം മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് എല്ലാവരും പൂർണ്ണമായ ഒരു ബോധ്യത്തിലാണ്. നല്ല മാറ്റങ്ങളാണ്. ജനങ്ങൾ വളരെ വലിയ തോതിൽ ആണ് സ്വാഗതം ചെയ്യുന്നത്. നല്ല വിജയസാധ്യത ഉണ്ടാകും. കളർഫുൾ വിക്ടറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മാറ്റമുണ്ട്. CPM ഒരുപാട് മനോസ്വപ്നങ്ങളുണ്ടായിരുന്നു. അതല്ലാതെ അതും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല. കനത്ത ചൂടിലും ആവേശം ഒട്ടും ചോരാതെയുള്ള പ്രചാരണമാണ് 3 സ്ഥാനാർത്ഥികളും നടത്തുന്നത്. ഇനി അറിയേണ്ടത് മലപ്പുറത്ത് ആര് വാഴും ആര് വീഴും എന്നുള്ളതാണ്. കൃഷ്ണകുമാറിനൊപ്പം വി സോളകൃഷ്ണ, ജനം. ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. എന്തായാലും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സരം, ഈ അനിൽ കെ ആന്റണിയുടെ ഒരു വരവോടുകൂടി ദേശീയ ശ്രദ്ധയിലേക്ക് ഈ ഒരു മത്സരം എന്തായാലും അനിൽ കെ ആന്റണി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നത്. അതായത് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ വന്യമൃഗങ്ങളുടെ ഒരു അക്രമം തന്നെ. വന്യജീവി അക്രമത്തിൽ ബിജു എന്ന് പറഞ്ഞ ഒരാൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. അപ്പോൾ വന്യജീവി അക്രമം പരിഹരിക്കാൻ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനവും ഈ അനിൽ കെ ആന്റണി മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ മറ്റു രാഷ്ട്രീയം പറയുന്നു ആന്റണിയുടെ വിഷയം, ആന്റണിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ ഒരു വിഷയം തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ SDPയുടെ കൂട്ടുകെട്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്തായാലും പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷം മടങ്ങി വരാം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വർണ്ണാധികാരികൾ മുമ്പിൽ പ്രകടനമായി എത്രയും പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പമാണ് അദ്ദേഹം ആവേശത്തോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. വിജയത്തിൽ കവിഞ്ഞൊന്നും NDA ക്യാമ്പ് പത്തനംതിട്ടയിൽ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം നമ്മളോടിപ്പോൾ ചേരുന്നുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ദേശീയ നേതാക്കളടക്കം മണ്ഡലത്തിലേക്ക് എത്തും എന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടെത്തിയായിരുന്നു ആദ്യഘട്ടത്തിലുള്ള പ്രചാരണം നടത്തി. അതിൻ്റെ ഒരു ആവേശവും ഉണ്ടായിരുന്നു. പ്രവർത്തകർക്ക് ഏറെ മുന്നിലായിരുന്നു മറ്റ് 2 സ്ഥാനാർത്ഥികളെക്കാൾ പ്രചാരണത്തിൽ. ഇപ്പോൾ 1ാം ഘട്ടം പ്രചരണം പൂർത്തിയായെന്ന് പറയാം. പക്ഷേ ഇനി 2ാം ഘട്ടം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇനിയും 3 ആഴ്ചയിലധികം പ്രചരണമുണ്ട്. ഇതുവരെ ഉള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വെച്ച് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാം. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. ഇനിയും അടുത്ത 3 ആഴ്ചയിൽ കൂടുതൽ മുന്നേറും. തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കും. ഞാനിവിടെ 1 മാസത്തിലധികമായി മണ്ഡലത്തിലുണ്ട്. വലിയൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എല്ലായിടത്തും എല്ലാ നിയോജന മണ്ഡലങ്ങളിലും ഒന്നിലധികം പ്രാവശ്യം പോയി ജനങ്ങളുമൊക്കെ ആയിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. കാര്യം 15 വർഷമായി ഇവിടെ ഒരു MP ഉണ്ട്. ഈ MP ആദ്യത്തെ 5 വർഷം MP ആയിരുന്ന സമയത്ത് കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ, കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും കഴിഞ്ഞ 15 പിന്നെ അത് കഴിഞ്ഞ് 10 വർഷം പ്രതിപക്ഷ MP ആണ്. ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ട് എനിക്ക് വളരെ ആശ്ചര്യമാണ് തോന്നിയത്. കാര്യം 15 വർഷം ഒരു MP ഉണ്ട്. എന്നിട്ട് പോലും ഇവിടെ ഇത്രയും യുവജനങ്ങളുണ്ട്. കർഷക സമൂഹം ഒരുപാടുള്ളതാണ്. ഇവിടെ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല. ഇപ്പം ശബരിമല, മാരമൺ കൺവെൻഷൻ, പരിമല ദേവാലയം, ആറന്മുള വള്ളംകളിയൊക്കെ നടക്കുന്ന വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ്. ഒരുപാട് യുവജനങ്ങളുള്ള സ്ഥലമാണ്. പക്ഷേ ഇവർക്കൊന്നും ഇതൊക്കെ വരണമെങ്കിൽ വലിയൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് ആവാൻ പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ വരണമെങ്കിൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അതുപോലുമില്ല. നല്ലൊരു റോഡ് പോലുമില്ല. ഈ ജില്ലയിൽ ആകപ്പാട് ഒറ്റ റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ, തിരുവല്ലയിൽ. അതിൻ്റെയും സൗകര്യങ്ങൾ വളരെ മോശം. ഒപ്പം തന്നെ ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വന്യമൃഗ ആക്രമണം. അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് തെരഞ്ഞെടുക്ക പൊതുജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ഇവിടുത്തെ ആളുകൾക്ക് വോട്ടർമാർക്ക് മുന്നിൽ പറയാനുള്ളൊരു നിർദ്ദേശം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നത്? ഇന്നലെ 2 ദിവസം മുമ്പ് ഇവിടെ കാട്ടാനയിൽ കൊല്ലപ്പെട്ട ശ്രീ ബിജു, അദ്ദേഹത്തിൻ്റെ അവിടെ പോയിരുന്നു. നിരവധി ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ കാട്ടാന ആക്രമിക്കപ്പെട്ട് അവിടെ ഹോസ്പിറ്റലൈസ് ആയ ഒരു വ്യക്തിയെ പോയി കണ്ടിരുന്നു. ഇതിപ്പോൾ കൂടി വരുന്നൊരു വിഷയമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാട്ടുമൃഗങ്ങൾ ഈ ഫാം ലാൻഡിലേക്കും, അതായത് കൃഷി സ്ഥലങ്ങളിലേക്കും മനുഷ്യവാസമുള്ളിടത്തേക്കും വരാതിരിക്കാനൊക്കെ ഇവിടെ 60 കോടി നമ്മൾ സോളാർ ഫെൻസിങ്ങിന് ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലാപ്സ് ആയിപ്പോയി. അതുപോലെ മറ്റ് ഒരുപാട് ഇപ്പം വന്യമൃഗങ്ങൾക്ക്
ഇപ്പം കാട്ടുമൃഗങ്ങൾക്ക് കാട്ടിനകത്ത് തന്നെ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും എല്ലാം ലഭിക്കുന്ന രീതിയിൽ. കാര്യം ഞാൻ അവിടെ പോയ സമയത്തൊക്കെ അവിടുത്തെ കാടെല്ലാം വറ്റിക്കിടക്കുകയാണ്, ജലാശയങ്ങളെല്ലാം വറ്റിക്കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് തന്നെ ആഹാരവും അതുപോലെ വെള്ളവുമെല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാർ മറ്റ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടൊന്ന് മുന്നോട്ടും പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ശാസ്ത്രീയപരമായ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, സുസ്ഥിരപരമായ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പരിഹാരം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയും ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ഇതിന് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം മനുഷ്യരും മൃഗങ്ങളും അതുപോലെ പ്രകൃതിയും മനുഷ്യരുമെല്ലാം വളരെ ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള എല്ലാവിധ പദ്ധതികളും നമുക്കിപ്പോഴേ ഉണ്ട്. അതെല്ലാം ഇവിടെ നടപ്പാക്കും. അപ്പോൾ തന്നെ ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, വീണ ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ നഷ്ടപരിഹാരം നൽകുന്നതിന് ബന്ധപ്പെട്ട് അത് സംസ്ഥാന സർക്കാരാണ് ഇടപെടൽ നടത്തി നഷ്ടപരിഹാരം നൽകുന്നത്, അത് കേന്ദ്ര ഫണ്ട് അല്ലെന്നുള്ളൊരു വാദമൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ വീട് സന്ദർശിച്ച് നടത്തുകയുണ്ടായി. ഇതൊക്കെ എന്ത് വിഡിത്തരമാണ് ഈ പറയുന്നത്? കാര്യം സർക്കാർ ഇടപെട്ട് കാണും എന്ന് പറഞ്ഞാൽ അവരുടെ ഇടപെടൽ എന്താണ്? കേന്ദ്രത്തിനോട് കാശ് ഉപയോഗിക്കുന്നതാണ് ഇവരുടെ ഇടപെടൽ. പക്ഷേ ഇത് ആകപ്പാടെ ഇത് ഫണ്ടുള്ളത് 10 ലക്ഷം ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഒരു പദ്ധതിയാണ്, ഒരു കേന്ദ്ര പദ്ധതിയാണ്. അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ഒരു നിർഭാഗ്യവശാൽ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇങ്ങനത്തെ ഒരു മരണം ഉണ്ടായാൽ അതിനൊരു 10 ലക്ഷത്തിൻ്റെ ഒരു കൊടുക്കുന്ന ഒരു ഡീഫോൾട്ടായിട്ടുള്ളൊരു പദ്ധതി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഇവിടെയും അത് അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മന്ത്രി എന്നുള്ള സംശയം എന്താണ്? സർക്കാർ കേരള സർക്കാർ ഇടപെടുന്നുണ്ട്. അവർ കേന്ദ്രത്തിനൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു, അവിടുന്ന് ഫണ്ട് വരുന്നു. അതല്ലാതെ ഇതിന് കേരളത്തിന് യാതൊരു പങ്കുമില്ല. അപ്പോൾ തന്നെ ഈ എതിർ സ്ഥാനാർത്ഥി ആന്റണിയുടെ ഒരു രാജ്യവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ ചില പ്രചാരണങ്ങളൊക്കെ വളച്ചൊടിച്ച് UDF ക്യാമ്പും ഒപ്പം തന്നെ ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പാകിസ്ഥാന് അനുകൂലമായിട്ട് അദ്ദേഹം സംസാരിച്ചുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ ഒരു പ്രതികരണം, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വേറെ ഇതുപോലെ ഞാനിവിടെ വന്ന് ജനങ്ങളുടെ വികസനത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവർക്ക് അതിനൊന്നും സാധിക്കില്ല. അത് കാരണം ഇവർ എന്നും വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇവർ മാറി മാറി പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീ ആന്റണി ചില തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചു, ഇന്ത്യൻ ആൻറ്റി ടെററിസം സ്ക്വാഡുകളെല്ലാം അപമാനിച്ചു. അതുപോലെ അദ്ദേഹം പാകിസ്ഥാൻ, ഇപ്പം എല്ലാവർക്കും അറിയാം, ലോകത്തെല്ലാവർക്കും അറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ടെററിസത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്ന് ക്രോസ് ബോർഡർ ടെററിസം, പാകിസ്ഥാൻ സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം ഒക്കെയാണ് ദശാബ്ദങ്ങളായിട്ട്. അങ്ങനെ ഒരു തീവ്രവാദ ആക്രമണത്തെ പോലും ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ആന്റണി വെള്ളപൂശാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് നിരാശ തോന്നി. കാര്യം ഇദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നു, ഇന്ത്യൻ ഭടന്മാരെ അപമാനിക്കുന്നു, പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി വെള്ളപൂശുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ ഉള്ളവർ, ഇതെല്ലാ കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ മറ്റാരെയും ഉദ്ദേശിച്ചല്ല, ശ്രീ ആന്റണിയെ പോലെയുള്ളവർ. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ വികസന മുന്നേറ്റങ്ങൾ അത് കേരളത്തിലേക്കും ഒപ്പം തന്നെ പത്തനംതിട്ടയിലേക്കും സാധ്യമാകുന്നതിന് NDAയുടെ പ്രതിനിധിയുടെ വിജയം അനിവാര്യമാണ്. ആ ഒരു കാര്യം മണ്ഡലത്തിലെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുന്നതിന് NDA ക്യാമ്പിനും കഴിയുന്നുണ്ട്. ഒരു വിജയത്തിൽ കവിഞ്ഞതൊന്നും NDAയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി പ്രതീക്ഷിക്കുന്നില്ല. ഒരു വിജയ പ്രതീക്ഷയോട് കൂടി തന്നെ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി. എന്തായാലും കൊല്ലത്തുനിന്ന് ഇനി പത്തനംതിട്ടയിൽ നേരെ കൊല്ലത്തേക്കാണ് പോവുക. എന്തായാലും പെട്ടെന്നൊരു അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് NDA അവിടെ നടത്തിയത്, കൃഷ്ണകുമാർ. പക്ഷേ മണ്ഡലത്തിൽ ഇളക്കി മറിച്ചുള്ള ഒരു പ്രചരണ പ്രവർത്തനം നമുക്കറിയാം. കൂടെ ഈ പ്രചരണത്തിന് അദ്ദേഹത്തിന്റെ കുടുംബം കൂടെ പങ്കാളികളാവുന്ന നോമിനേഷൻ കൊടുക്കാനും ഉണ്ടായിരുന്നു. എന്തായാലും തീരദേശ മേഖലകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എന്തായാലും പ്രശംസനീയമായ ഒരു രീതിയിലേക്ക് ആളുകൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയക്കാരനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് ആക്രമിച്ച സമയത്തൊക്കെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ അതെ വൈകാരികമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വൈകാരികമായി എന്തായാലും നോമിനേഷൻ അദ്ദേഹം ഇന്ന് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് പോയി മടങ്ങി വരാം. നിറഞ്ഞ പുഞ്ചിരിയും ഉറച്ച വാക്കുകളും കൊടുത്ത വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്ന പ്രകടനവുമായി കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അങ്ങനെ ജനമനസ്സുകളിൽ സ്വാധീനം തേടുകയാണ്. ഇന്ന് അദ്ദേഹം പത്രികാ സമർപ്പണം നടത്തി. അതിനുശേഷം അദ്ദേഹം കുടുംബസമേതം ജനജീവിയോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ പുഞ്ചിരിക്കാൻ കഴിയുക? കാരണം ഞാൻ ശ്രദ്ധിക്കാൻ കാരണം നമ്മൾ മുണ്ടക്കൽ തീരത്ത് ചെന്നപ്പോൾ താങ്കൾ പറയുന്നതിനെ പോലും പല ആൾക്കാരും തടസ്സപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും തർക്കിക്കാനൊക്കെ വന്ന സമയത്ത് ഒരു തവണ പോലും അവരോട് ദേഷ്യപ്പെടാതെ അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കേട്ട് വീണ്ടും വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു? നമ്മുടെ ജീവിതാനുഭവം എന്നൊരു സംഭവമുണ്ട്. നമ്മൾ അത്ര എളുപ്പം കയറി വന്നവരല്ല ജീവിതത്തിൽ.
സർവത്ര വീഴ്ചകൾ, അതായത് അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ, അതായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അച്ഛൻ പ്രായമായി റിട്ടയർ ചെയ്ത സമയത്തൊക്കെ അസാമാന്യമായ വീഴ്ച വീഴുന്നുണ്ട് ജീവിതത്തിൽ. നമ്മൾ താഴെ തട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാതിരിക്കുമ്പോൾ നമുക്കും ഇതേ വേദനയുണ്ട്. ആ സമയം ആര് പറയുന്നതും എതിർത്തുകൊണ്ട് തട്ടിക്കയറും. കാരണം നമ്മുടെ വേദന ആരെങ്കിലും കേൾക്കണം, ഒരു പരിഹാരം കൊണ്ടുവരണം. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ പറ്റത്തില്ല. ഇന്നലെ ഈ തട്ടിക്കയറിയവരാരും മോശക്കാരല്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വപ്നം എന്ന് പറയുന്ന വീടാണ് തകർന്നു വീണിരിക്കുന്നത്. ഒരു വീട് പോകുകയെന്ന് വെച്ചാൽ നമുക്കൊരു വയസ്സിൽ 10-15 വീട് വെക്കാൻ പറ്റില്ല. ഒരു വീട് തന്നെ വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വീട് തകർന്നിട്ട് ഇന്നലെ നമ്മൾ ആ മണ്ണിൻ്റെ പുറത്തു നിന്നില്ല, കടൽ തീരത്ത് ആ മണ്ണിൻ്റെ അടിയിൽ ഇവരുടെ വീടുകൾ കിടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരങ്ങനെ റിയാക്ട് ചെയ്യും. ആ സമയത്ത് എന്ത് പറഞ്ഞാലും നമ്മൾ ചിരിച്ച് കെട്ടിപ്പിടിച്ച് പോകണം. കുറച്ച് കഴിയുമ്പോൾ ഈ തട്ടിക്കറിയിൽ തന്നെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചോടെ, അവിടെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. കാരണം അവരുടെ ഭാഗത്തൊരു ശരിയുണ്ട്. ഞാൻ എപ്പോഴും പറയും, അവിടെ ശരി തെറ്റുകളില്ല, ഇതൊരു ശരിയും തമ്മിലുള്ള തർക്കമാണ്. അപ്പം നമ്മൾ അവരെ കെട്ടിപ്പുണരുക, അവരുടെ കൂടെ നിൽക്കുക തന്നെയാണ്. എന്തായാലും രണ്ട് സിനിമാ താരങ്ങൾ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ കുടുംബം മുഴുവൻ താരങ്ങളുള്ള ഒരാളാണ് കൃഷ്ണകുമാർജി. ഇപ്പോൾ കൃഷ്ണകുമാർജിയുടെ ഭാര്യ സിന്ധു ചേച്ചി ഉണ്ട്. സിന്ധു ചേച്ചി യൂട്യൂബിലൊക്കെ വലിയ താരമാണ്, ഒരുപാട് പേർക്കറിയാം. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്, അതായത് കൊല്ലം പോലെ നിങ്ങളുടെ വീട് തിരുവനന്തപുരത്താണ്, അപ്പോൾ കൊല്ലത്തേക്ക് വന്ന് മത്സരിക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടായിരുന്ന ചിന്തകളൊക്കെ? കൊല്ലം എന്നിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിച്ചുവിന്. ഞാൻ കിച്ചു വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യും എന്നും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ലൈക്ക് ആദ്യം ഞാൻ കൊല്ലം എങ്ങനെയായിരിക്കും കിച്ചു എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഒരു ഡൗട്ട് പോലെ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഡൗട്ടും ഇല്ല. ഐ തിങ്ക് ട്രിവാൻഡ്രത്തിനേക്കാൾ ഹീൽ പെർഫോം ബെറ്റർ ഹിയർ. കൊല്ലം എന്ന് പറയുമ്പോൾ ഈ തീരദേശ മേഖലയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളുടെയൊക്കെ അടുത്ത് കൃഷ്ണകുമാർജി പോകുന്നതും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അവിടെയൊക്കെ കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്കിപ്പോൾ ട്രിവാൻഡ്രത്തായാലും കിച്ചു കുറേ നാളായിട്ട് അവിടുത്തെ തീരദേശത്ത് പോയി ഒരുപാട് അവർക്ക് വേണ്ടി മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ പേഴ്സണലി വളരെ ക്ലോസ് ആയിട്ട് ഞാനത് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒരു അവസരം പുള്ളിക്ക് കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം പുള്ളി തീർത്തു കൊടുക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കൃഷ്ണകുമാർജി പറഞ്ഞിരുന്നു, ഇപ്പോൾ തൽക്കാലം ഹോട്ടലിലാണ് നിൽക്കുന്നത്, കൊല്ലത്തൊരു വീടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വീട് നോക്കുമ്പോൾ കൂടോടിങ്ങി പോരുമോ? അത് ഞാൻ വെറുതെ തന്നെ കള്ളം പറയണം, ഞാൻ ട്രിവാൻഡ്രത്തെ നിൽക്കും. ചേച്ചി എന്തായാലും കൊല്ലത്തേക്ക് അങ്ങനെ വരുന്നില്ല, എന്തായാലും പ്രചാരണത്തിലൊക്കെ സജീവമായി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? കാരണം അവിടെ ഞങ്ങളുടെ അവിടെ കുറേ മരങ്ങളും കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ അവിടെ കിച്ചു ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മരങ്ങളൊക്കെ അവിടെ വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. അവിടെ റംബൂട്ടാൻ്റെ മൊട്ട് വരുമ്പോഴത്തേക്ക് അതിന് അടയ്ക്കാൻ ഒരു മരുന്ന് വാങ്ങി പുള്ളി വെച്ചതേ ഉള്ളൂ, അടിച്ചില്ല. അതിന് മുമ്പാണ് കൊല്ലത്തോട്ട് പോകുന്നത്. ഞാൻ എന്നും ആലോചിക്കും, അയ്യോ ദൈവമേ മരുന്നടിച്ചില്ലല്ലോ, മരുന്നടിക്കാനുള്ള ആൾ ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് മരുന്നടിക്കണം. ഈ പ്രചാരണത്തിൽ നിർണായകമായിരിക്കും ഈ കുടുംബയോഗങ്ങളും ഒക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടുള്ള വോട്ടേഴ്സിനെയൊക്കെ നേരിട്ട് കാണുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും? തീർച്ചയായിട്ടും അതിനൊക്കെ വരും, കുട്ടികളായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ മകൾ ദിയ കൂടെ നമ്മുടെ ഒപ്പം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു താരമാണ്. എന്തായാലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും ദിയ ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് എന്നെ കൊണ്ട് പറ്റുന്നത്, എനിക്ക് മുഴുവനും എനിക്ക് പൊളിറ്റിക്കൽ കാര്യം എൻ്റെ സോഷ്യൽ മീഡിയയിൽ അഫ്കോഴ്സ് ഇടാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു മേഖല വേറെ, ഫുൾ എൻ്റർടൈൻമെൻറ്റും അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഫാഷനാണ്. പക്ഷേ എൻ്റെ അച്ഛൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ത്രൂ ഔട്ട് ദിസ് എലക്ഷൻ ക്യാമ്പയിൻ എൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. ചോദ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഈ രാഷ്ട്രീയ നിലപാടുകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കൃഷ്ണകുമാർജി പിന്തുടരുന്ന രാഷ്ട്രീയത്തിനെ, അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് ദിയയുടെ ഒരു നിലപാട്? പേഴ്സണലി എനിക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ വലുതായിട്ട് പൊളിറ്റിക്സിലോട്ടൊന്നും അങ്ങനെ സംസാരിക്കുന്നു, ഡിസ്കഷൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ മേൽ അച്ഛൻ ഏതൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചാലും നല്ലതേ ചെയ്യത്തുള്ളൂ എന്ന് എനിക്കറിയാം. അവിടുത്തെ നാട് ഇപ്പോൾ കൊല്ലത്തിന് വേണ്ടി നിൽക്കുന്നു, അതേപോലെ ഇപ്പോൾ ട്രിവാൻഡ്രം നിന്നെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മാക്സിമം അച്ഛനെ കൊണ്ട് പറഞ്ഞ അച്ഛൻ ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ ഏതൊരു പാർട്ടിയിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്നതിലും ആ പാർട്ടിയോടുള്ള ഒരു ചരിവ് എനിക്ക് അഫ്കോഴ്സ് ഉണ്ടായിരിക്കും. കാരണം അച്ഛൻ നിൽക്കുന്നവരെന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ മേലുള്ള വിശ്വാസമാണ്, ഇന്ന പാർട്ടിയുടെ മേലുള്ള വിശ്വാസമല്ല, അച്ഛൻ്റെ മേലുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ നിലപാടുകളോ ഞാൻ ചോദിച്ചത് കാരണം ഈ നിലപാടുകളോടുള്ള യോജിപ്പ് എന്തെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളോടുള്ള യോജിപ്പ് അച്ഛനിൽ നിന്നുള്ള വിശ്വാസത്തിനപ്പുറത്തേക്ക് അങ്ങനെ പൊളിറ്റിക്കലായിട്ട് എനിക്ക് അങ്ങനെ ചോദിച്ച് ഞാനത് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവർക്കൊക്കെ ഇന്ന് ചെറുപ്പക്കാർക്കും മറ്റവർക്കൊക്കെ ഇപ്പം ഞാൻ ഇവരടുത്ത് ഇന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുമെന്ന് പറയാറില്ല. പക്ഷെ ഞാൻ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹമായിട്ട് അടുപ്പവും എല്ലാം ഇവർക്കറിയാം. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആവാറുണ്ട്. കാരണം നരേന്ദ്രമോദി എന്നൊരു പ്രൈം മിനിസ്റ്ററിനുള്ള സംഭവം, അത് നിന്റെ വാക്കുകളിൽ തന്നെ പറ, ചോയ്സ് ഇല്ല, അതാണ് സത്യം. ഒരു ചോയ്സ് ഇല്ല. മോദി മാത്രമാണ്
അത് നല്ലതാണ്. ഇപ്പോൾ ചോയ്സ് അടിപൊളിയാകുമ്പോൾ പിന്നെ ആ ചോയ്സിൻ്റെ കൂടെ പോയല്ലേ പറ്റൂ. പുള്ളിക്കാരന് നരേന്ദ്രമോദി സാറിന് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യയിൽ ഒരു പ്രൈം മിനിസ്റ്ററിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം പുള്ളിക്കാരൻ വരുമ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ, ഓക്കെ, പ്രൈം മിനിസ്റ്ററിൻ്റെ റെസ്പെക്ട് നമുക്ക് കൊടുക്കാം, ആ ഒരു സ്ഥാനത്തേക്ക് വരാം. പക്ഷേ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്നൊരു ഫീലിംഗ് അല്ല. നമ്മുടെ ഈ സത്യം പറഞ്ഞ ഒരു തമിഴ് സിനിമയോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സ്റ്റാർ വരുമ്പോൾ ഒരു വിസിലടി കയ്യടി ഫീലിംഗ് ഇല്ലേ, അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ ഇറങ്ങി വരുന്ന ഫീലിംഗ് ആണ് സത്യം നരേന്ദ്രമോദിയുടെ വീഡിയോ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഓറ തന്നെയാണ്. കാരണം കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു സാധാരണക്കാരൻ്റെ മകന് അവിടെ തലപ്പത്ത് വരെ എത്താൻ കഴിയുമെന്ന് തെളിയിച്ച നേതാവാണ്. അടുത്തൊരു ചോദ്യം, ഇപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ, ഈ 4 വർ സംഘത്തെ മുഴുവൻ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ? അല്ല, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ 4 വരല്ല, ഇപ്പോൾ 5 ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ പറയും ഇവരൊക്കെ എൻ്റെ മക്കളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇവർ വളർന്നു, ഇവരെ ജനങ്ങൾ സ്നേഹിച്ചു, സഹായിച്ചു, ഇവരെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറാക്കിയ ജനങ്ങളോട് ആദ്യം നന്ദി. അതിനുശേഷം ഇപ്പോൾ ഇവർ ഈ 4 മക്കളുടെ അച്ഛനായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്നെ പല കുട്ടികളും ചിലർ വന്നിട്ട് അങ്കിൾ ഹൻസിക ചേച്ചിയുടെ അച്ഛനല്ലേ, ഓസി ചേച്ചിയുടെ അച്ഛനല്ലേ. അപ്പോൾ അതൊരു സുന്ദരമായൊരു അനുഭവമാണ്. മക്കളുടെ പേരിൽ മാതാപിതാക്കൾ അറിയപ്പെടുക, ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹമാണ്. ഇതുപോലെ തന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം വെച്ചാൽ പണ്ട് എൻ്റെ ഭാര്യയായിട്ട് അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ സിന്ധുവിൻ്റെ ഭർത്താവെന്നും ആയി തുടങ്ങി. കാരണം ഇവളും അതിനകത്ത് കയറി കത്തി കയറുകയാണ്. ഇപ്പോൾ പണിയില്ലാത്ത ഒരാൾ വീട്ടിൽ ഞാനാണ്. അപ്പോൾ ഉറച്ച വിജയപ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ്. ഗണേശ ഭഗവാന്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കുന്നത്. എന്തായാലും അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നു. കൊല്ലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാർക്കിടയിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും ഞങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. BJP പ്രവർത്തകരിൽ ആവേശം കാണുന്നുണ്ട്, ജനങ്ങളിലുണ്ട്. അപ്പോൾ വിജയാശംസകൾ. അപ്പോൾ കൃഷ്ണകുമാർജിയും കുടുംബവുമാണ് നമ്മൾക്കൊപ്പം സമയം ചെലവഴിച്ചത്. ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. അതോടൊപ്പം കുടുംബത്തിലെ മറ്റുള്ളവരും ഹാനിയടക്കമുള്ളവരെല്ലാവരും ഇങ്ങോട്ട് പ്രചാരണത്തിനൊക്കെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയും നമ്മളിപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. കൊല്ലത്തിൽ നിന്നും ഹരിക്കൊപ്പം പ്രജിത് മോഹനൻ, ജനം. സമ്പന്നമായ ഒരു വാർത്താ ദിനത്തിന് ഒരു സമാപ്തിയാകുകയാണ്. എന്തായാലും നാളെയും ഒരുപാട് വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തുന്നു. അതൊരു രാഷ്ട്രീയ പ്രാധാന്യം, ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ ശ്രദ്ധയാകുന്ന റോഡ് ഷോ അടക്കമുണ്ട്. കെ സുരേന്ദ്രനൊപ്പം നാമനിർദ്ദേശ പത്രിക, അതിനുശേഷം കാസർഗോഡേക്ക് പോകുന്നു. അങ്ങനെ നാളെയും സമ്പന്നമായ ഒരു വാർത്താ ദിനം തന്നെയാണ്. എന്തായാലും നാളെയും മഹാഭാരതം എന്നുള്ള ഇലക്ഷൻ പ്രത്യേക പരിപാടിയുമായി വീണ്ടും കാണാം. നമസ്തേ.